നിങ്ങളുടെ വ്ലോഗിന്റെ പേര് ബ്ലാക്ക് കീസ് എന്നാണ് അല്ലേ? അപ്പം ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് മാധു ചേച്ചി. അപ്പം നമ്മൾ എത്ര മുന്നോട്ട് വന്നു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ ഇവർ നമ്മളെ മുറിവേൽപ്പിക്കുക തന്നെയാണ്. എന്നാലും നിങ്ങൾ തിരിച്ചു വരുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? അതുപോലെ തന്നെ മറ്റൊരു പ്രസ് മീറ്റിലെ ചേച്ചി പ്രതികരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിനോട് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഇപ്പം തന്നെ ബ്ലാക്ക് കീസ് ഇടാൻ തന്നെ കാരണം എന്താണ്? ബ്ലാക്ക് കീസ് ഇട്ടത് ആ നിറത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു സഹതാപം അർഹിക്കുന്ന വിധത്തിൽ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കെന്തിനാ സഹതാപം? ഞാൻ സൂപ്പറാന്ന് എനിക്കറിയാം. പിന്നെ എനിക്കെന്തിനാ സഹതാപം? നമുക്ക് സഹതാപം ഒന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പറാണ് എന്ന് നമുക്ക് കോൺഫിഡൻസ് ആണ്. നമുക്ക് ഈ നിറം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബ്ലാക്ക് കീസ് വരുന്നത്. നമ്മൾ പ്രൗഡ് ആയതുകൊണ്ടാണ് ഇട്ടത്. നമുക്ക് ഇഷ്ടമുള്ള പേരല്ലേ നമ്മൾ ഇടുക, അല്ലേ? അപ്പൊ അതുകൊണ്ടിട്ട് ഇട്ട പേരാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഞങ്ങൾക്ക് നടന്നു. കാരണം ഇത് ഈ ഒരു പേരിലൂടെ തന്നെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം. അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ, അത് മതി. അല്ലാതെ ഇതിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. ഈ യൂട്യൂബേഴ്സിനൊക്കെ വലിയ ആന പോലെ കിട്ടുന്ന പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമായിട്ടാണ് ഭയങ്കര ഇതായിട്ട് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും യാത്ര പോയതൊന്നുമല്ല. നമ്മുടെ ഇഷ്ടത്തിന് പോകുന്ന ലിറ്ററലി സമൂഹത്തിലെ സ്ത്രീകളോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഡസ്കി ആയിട്ടുള്ള അങ്ങനെ തോന്നിപ്പിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് തോന്നിപ്പിച്ച ഞങ്ങളെപ്പോലെയുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുത്തി നിറച്ചു തന്ന ഒരു വിഭാഗം ജനത്തിനോട് പറയാനുണ്ടായിരുന്നു, അങ്ങനെയല്ല, നമ്മൾ സൂപ്പറാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്, നമ്മൾ ഒന്നുകൊണ്ടും കുറഞ്ഞ ആൾക്കാരല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് നടന്നു. 10 പേരെങ്കിലും കോൺഫിഡൻസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ സക്സസ് ആണ്. അതെ, അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ഇപ്പൊ നമുക്ക് നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ധൈര്യം, ഞങ്ങളും പോകും. അത് ഭയങ്കര സന്തോഷമാണ്. അതെ, കാരണം ഒരാളെങ്കിലും നമുക്ക് ജീവിതത്തിൽ പ്രചോദിപ്പിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. അതെ, ഇപ്പം നമ്മളിപ്പോൾ ചേച്ചി അഭിനയ രംഗത്തേക്ക് വന്നതുകൊണ്ടാണ് സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റി അല്ലേ, പേരൻസിനെ നോക്കുന്നു, യാത്രകൾ ചെയ്യുന്നു. അപ്പോഴും ഈ പല പല പ്രതിഫല വിവാദങ്ങൾ, ഇപ്പം ചില മുഖ്യധാര നടിമാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിച്ചെക്കുകൾ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ചേച്ചിക്കൊണ്ട് പ്രതിഫലം പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞ പൈസ എനിക്ക് തന്നിട്ടുണ്ട്, ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മളൊരു റെമ്യൂണറേഷൻ ചോദിക്കും, ഇതിങ്ങനെ ബാർഗെയിൻ ചെയ്ത് തുടങ്ങും. അത്രയില്ല. ചിലപ്പോൾ വലിയ സ്റ്റാറുകളുടെ സിനിമയിലും സീരിയലിലും രണ്ടിടത്തും. എനിക്ക് സിനിമയിലാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പകുതിയായിരിക്കും പിന്നെ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള നടികൾക്ക് അത് അനിവാര്യമായി തോന്നുമ്പോൾ എന്തെങ്കിലും ആവട്ടെ, അത് പോയി ചെയ്യാം, ആ ഡേറ്റ് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ആരും കൊണ്ട് തരില്ലല്ലോ എന്നോർത്ത് പാവപ്പെട്ടവർ പോയി ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കൊരു വിഷമം തോന്നിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ പൈസയൊന്നും ആരും പറ്റിച്ചിട്ടില്ല.